ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വടക്കുപുറത്ത് പാട്ടിനെ കുറിച്ചുള്ളതായിരുന്നു. വടക്കുപുറത്ത് പാട്ട് ഈയിടെയാണ് കഴിഞ്ഞതെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കുകയാണ്. അതിൻ്റെ മുഴുവൻ ഭാഗവും കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ സാധിക്കാത്തതുകൊണ്ട് ബാക്കി ഉള്ളത് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കുമെന്ന് വിചാരിക്കുന്നു. വടക്കുപുറത്ത് പാട്ടിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചാണ് ഇനിയും പറയാനുള്ളത്. വടക്കുപുറത്ത് പാട്ടിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് തൂണ് നാട്ടി നെടുമ്പുര കെട്ടി 38-ാം ദിവസം ആദ്യ ദേശതാലപ്പൊലി നടത്തും. 40-ാം ദിവസമാണ് രണ്ടാമത്തെ ദേശതാലപ്പൊലി. ആദ്യ താലപ്പൊലി ചേർത്തല തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തേത് മൂത്തടത്തുകാവ് ക്ഷേത്രത്തിലേക്കും. പാട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ക്ഷേത്രത്തിൻ്റെ 4 ഗോപുര നടകളിലും ദിക്കുകൊടികൾ സ്ഥാപിക്കും. വടക്കുപുറത്ത് പാട്ടിൻ്റെ പ്രധാന ചടങ്ങ് കളമെഴുത്താണ്. പുതുശ്ശേരി കുറുപ്പുമാരാണ് കളം വരയ്ക്കുന്നത്. ദേവി 8 കൈകളോടുകൂടിയുള്ളതാണ്. 5 ദിവസം, ആദ്യത്തെ 5 ദിവസം ദേവി 8 കൈകളോടുകൂടിയുള്ള ദേവിയുടെ കളമാണ് വരയ്ക്കുന്നത്. പിന്നീട് 16 കൈകളോടുകൂടി ഉള്ള ദേവിയുടെ കളം വരയ്ക്കും. 11-ാമത്തെ ദിവസം 32 കൈകളോടുകൂടിയാണ്. 12-ാം ദിവസം 64 കൈകളും ദേവിയുടെ അങ്ങനെയുള്ള ഒരു കളമാണ് ദേവിയുടെ വരയ്ക്കുന്നത്. അപ്പോൾ ഈ കളമെഴുത്തിന് വേണ്ടി ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി, പഞ്ചവർണ്ണപ്പൊടി, ഉമിക്കരി, കൂടാതെ അഫ്രവും കളം വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് പീഠം, വസ്ത്രം, പൂക്കുല, നാളികേരം, കരിക്ക്, തെങ്ങിൻ്റെ ചൊട്ട, വെറ്റില, പാക്ക്, പട്ട എന്നിവയും. പിന്നെ നെല്ല്, അരി, മഞ്ഞൾ, മലർ, പൂവ് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുള്ള പറകളും ഒരുക്കിയിരിക്കും. കുരുത്തോല, വാഴക്കുല, കരിക്കിൻകുല എന്നിവ കൊണ്ട് പന്തൽ അലങ്കരിക്കും. അതിനുശേഷമാണ് ദേവിയെ കുടിയിരുത്തുന്നതിനുള്ള ചടങ്ങ് തുടങ്ങുന്നത്. പിന്നെ എതിരേൽപ്പാണ്. വടക്കുപുറത്ത് പാട്ട് നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം വടക്കേ നടയിലുള്ള കൊച്ചാലിൻ ചുവട്ടിൽ പൂജകളും നിവേദ്യങ്ങളും കഴിഞ്ഞ് ദേവിയെ എതിരേറ്റു കൊണ്ടുവരും. പ്രത്യേകം വ്രതമെടുത്ത സ്ത്രീകൾ കുത്തുവിളക്ക് പിടിക്കും. വൈക്കത്തപ്പൻ്റെ അത്താഴ ശ്രീബലി ആദ്യ പ്രദക്ഷിണം വടക്കുവശത്ത് എത്തുന്നതോടെ ഒന്നിച്ച് ദേവിയും 3 പ്രദക്ഷിണം വയ്ക്കും. പിന്നീട് വൈക്കത്തപ്പൻ ശ്രീകോവിലിലേക്കും ദേവി കളത്തിലേക്കും പ്രവേശിക്കും. തുടർന്ന് കുറുപ്പുമാർ പൂജയും തിരിയൊഴിച്ചിലും നടത്തും. വൈക്കത്തപ്പൻ്റെ നട അടച്ചതിന് ശേഷമാണ് കളം പാട്ട് നടത്തുന്നത്. കളം വരച്ച് അതിൻ്റെ മുമ്പിൽ കളം പാട്ട് നടത്തും. തുടങ്ങുന്നത് ഭദ്രോത്പത്തി, ദാരികവധം, കേശാദിപാദം, പാദാദികേശം വർണ്ണനകളാണ് സ്തുതിക്കുന്നത്. പാട്ട് തീർന്നതിന് ശേഷം പൂക്കുല കൊണ്ട്, മറ്റൊന്നുകൊണ്ടും തുടക്കുകയില്ല, പൂക്കുല കൊണ്ട് കാൽ മുതൽ മുഖം വരെ മായ്ക്കും. ആ പൊടികളൊക്കെ മായ്ച്ച് ആ കളമെഴുതിയ പൊടികൾ ഭക്തർക്ക് പ്രസാദമായി നൽകും. പിറ്റേ ദിവസം വീണ്ടും ഇതുപോലെ കളം വരയ്ക്കും. അന്നും ഇതുപോലെ രാത്രി ഇതെല്ലാം കഴിഞ്ഞ് ആ പൊടികളെല്ലാം മായ്ച്ച് മാറ്റിവെക്കും. ഇങ്ങനെയാണ് വടക്കുപുറത്ത് പാട്ടിൻ്റെ ചടങ്ങുകൾ. വടക്കുപുറത്ത് പാട്ട് നടക്കുന്ന അവസരത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന ഒരു വിശേഷാൽ ചടങ്ങാണ് കോടിയർച്ചന. ഇതൊക്കെയാണ് വടക്കുപുറത്ത് പാട്ടിൻ്റെ ചടങ്ങുകൾ. ഈ വടക്കുപുറത്ത് പാട്ട് പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും കണ്ടിട്ടില്ല. ഇനിയും കാണാൻ സാധിക്കുമെങ്കിൽ 12 വർഷം കാത്തിരിക്കണം. അന്ന് കാണാം എന്ന് വിചാരിക്കുന്നു. എല്ലാം ദൈവഹിതം പോലെ നടക്കും. ഏതായാലും ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുന്നത് തന്നെ ഒരു സുഖമാണ്. കാണാൻ സാധിച്ചില്ലെങ്കിലും ഈ ചരിത്രങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിൽ അതിനെ കാണാം. അങ്ങനെ ഈ വടക്കുപുറത്ത് പാട്ട് ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. അടുത്തത് കുട്ടികൾക്ക് വേണ്ടി ഒരു വീഡിയോ ആണ്. അത് അമ്മമാർ കേട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതുമായി കാണാം ഉടൻ തന്നെ. നമസ്കാരം.